വെൽക്കം ബാക്ക് ടു ചാനൽ സിറ്റാലഡ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ യൂണിവേഴ്സ് എന്തൊക്കെ സ്പെഷ്യൽ മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തുറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയുള്ളൂ. സോ ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഫോർ യു. ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് നമ്മളുടെ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെഷ്യൽ മെസ്സേജ് എന്താണ് എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്റെ അഭിപ്രായത്തില് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോയി നിങ്ങൾ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു ആഗ്രഹം സഫലമാകും എന്നുള്ള മെസ്സേജാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ മെസ്സേജ്. ആൻഡ് നെക്സ്റ്റ് കാർഡ് എനിക്ക് തോന്നുന്നു സൺ കാർഡാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കരിയറിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫർദർ മോർ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിലോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി എന്തെങ്കിലും എക്സാംസ് നിങ്ങൾ എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് പാസ്സാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യമാണ് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 3 of Cups ആണ്. അതായത് നിങ്ങളിപ്പോൾ ഭയങ്കര ഇൻസെക്യൂർ ആണ്, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഇല്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരൊക്കെയാണ് നിങ്ങൾക്ക് പോസിറ്റീവ്, ആരൊക്കെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് ഫ്രണ്ട്സ്, യു വിൽ ഗെറ്റ് കമ്പനി. ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ ഒറ്റപ്പെട്ടു, കൊളീഗ്സുമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ആണ്, പക്ഷെ അവിടെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാകും, അല്ലെങ്കിൽ സംബഡി ഈസ് ദേർ, നിങ്ങളുമായി റിലേഷൻഷിപ്പ് വെക്കാൻ താല്പര്യപ്പെടുന്ന ആള്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 2 of Cups. അതായത് മേ ബി ഒരു ലൈൻ സ്പോട്ട് അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറെ നാളായി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ ഒരു ബാലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന എനർജിയാണ് ഇന്നത്തെ കാണുന്നത്. നെക്സ്റ്റ് കാർഡ് എടുത്ത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബലപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ മൂൺ എനർജിയോട് ടൈപ്പ് ആകുന്നുണ്ട്, നിങ്ങളുടെ ഫെമിനിൻ എനർജിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും എന്നതിനകത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നോളജ് പരമായിട്ടുള്ള എന്തൊക്കെയോ ഗെയിൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഒരു കാര്യം പഠിക്കാനോ, പുതിയ ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കാനോ, അല്ലെങ്കിൽ പുതിയൊരു ജോലി തേടി നിങ്ങൾ പോകുമ്പോഴത്തേക്കായിരിക്കും മേ ബി ഈ ഡിസൈഡ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഫ്രണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂ ഓപ്പർച്യൂണിറ്റി, ഹയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സീക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉറഞ്ഞു കിടന്ന ആ ഒരു എബ്രോഡ് പോകണം എന്നുള്ള ആ ഒരു മോഹം ഫുൾഫിൽ ആകുന്നത്. ഓക്കെ, ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ വക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഇഫ് നിങ്ങൾക്ക് വെൽത്ത് ആണ് വേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രീൻ ലൈറ്റ് കാൻഡിൽ ലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ മുന്നിൽ നിന്ന് പ്രെയർ ചെയ്യാവുന്നതാണ്. ന്യൂ മൂൺ ടു ഫുൾ മൂൺ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്ത് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ വെൽത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ഇഫ് നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് ബ്രേസ്ലെറ്റിന്റെ വൈബ്രേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സിട്രിൻ. സിട്രിൻ നല്ലൊരു ക്രിസ്റ്റൽ വൈബ്രേഷൻ തരുന്ന ഒരു ഇതാണ്. ആൻഡ് ഇഫ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലനൈറ്റ് പ്ലസ് സർപ്പന്റ്, ഇതൊക്കെ ഓപ്ഷൻ ആണ്. ഇത് വേണമെങ്കിൽ മതി, നിങ്ങൾക്ക് ആ ഒരു പുൾ വേണം നിങ്ങളുടെ എനർജിയിലെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ്. ഇഫ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങള് മറ്റൊരാൾ കോപ്പിയടിക്കാതിരിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ മറ്റൊരാൾ കണ്ണുവെക്കാതിരിക്കുക, അല്ലെങ്കിൽ കണ്ണുദോഷം നെഗറ്റിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് പറ്റാത്തതാണ് എങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ടെർമലിൻ എന്ന ഓപ്ഷന് പോകാവുന്നതാണ്. ഇത് നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് കരിയറിലും റിലേഷൻഷിപ്പിലും ഒക്കെ സ്റ്റെബിലിറ്റി വേണമെങ്കിൽ ആദ്യം നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് റൂട്ട് ചക്രയാണ് അല്ലെ. അപ്പൊ ഈ ഒരു റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാനായിട്ട് ബ്രേസ്ലെറ്റ് സഹായിക്കും. അങ്ങനെ ഒത്തിരി ബ്രേസ്ലെറ്റ്സ് നമുക്ക് അവൈലബിൾ ആണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റിൽ കയറി വിസിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു സർട്ടൺ മെസ്സേജ് ആണ് നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് ഇപ്പോൾ ഡെലിവർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഹോപ്പ് എന്നെ കണ്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തുറന്നു നോക്കിയിട്ടുള്ളവർക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വാട്ട് എവർ യുവർ ആൻസർ, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിൽ വന്നു ചേരും. നിങ്ങൾ വിശ്വസിക്കുക എന്ന എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഇനി ഏഞ്ചൽ ഗൈഡൻസും കൂടി എടുക്കാം. ഓക്കെ, ഐ എം എ ക്ലിയർ ചാനൽ ഓഫ് ലവ്, ലൈറ്റ് ആൻഡ് വെൽബീയിങ്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ചാനൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് അത് വന്നു ചേരും. നിങ്ങളുടെ ലൈഫിലെ ലവും ലൈറ്റും അതുപോലെ സുഖകരമായിട്ടുള്ള ജീവിതവും നിങ്ങൾക്ക് സാധ്യമാകും എന്നാണ് ആർക്ക് ഏഞ്ചൽ മൈക്കിൾ പറയുന്നത്. ആർക്ക് ഏഞ്ചൽ മൈക്കിളിനെ നമ്മൾ ഹനുമാനായിട്ടും സങ്കല്പിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഹനുമാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്ക് ഏഞ്ചൽ മൈക്കിളിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ആർക്ക് ഏഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് മെന്റൽ ക്ലാരിറ്റി തരുന്നുണ്ട്, ബാലൻസ് തരും, ഇമോഷൻസ് തരും, ഫിനാൻഷ്യൽ അബണ്ടൻസ് തരും. ആൻഡ് നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ഡിസയേഴ്സിനെയും നിങ്ങൾ റിയലൈസ് ചെയ്യിപ്പിക്കും, അത് നിങ്ങൾക്ക് തരും എന്നതാണ്. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അത് ലഭിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ബിക്കോസ് ഡിവൈൻ ടൈം ആയാൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് കിട്ടും. ഡിവൈൻ ടൈം ആയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വൈബ്രേഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് എനിക്ക് ഇതിനകത്ത് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധ്യമാകും. പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിന്റെ വൈബ്രേഷനുമായിട്ട് അലൈൻഡ് ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് സാധ്യമാകൂ. ഞാൻ പറയുന്നതിന്റെ ആ ഒരു കാര്യം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. വാട്ട് എവർ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേണമോ അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ, ഗോ വിത്ത് ദ ഫ്ലോ എന്ന് എല്ലാവരും പറയും. ഓക്കെ, എന്താണ് ഈ ഗോ വിത്ത് ദ ഫ്ലോ എന്നത് വെച്ചാല്, ഇപ്പോ ഒരു കടല്, ആ കടലില് ഒരു മീനുണ്ട് എന്ന് വിചാരിക്കുക. ഈ മീന് കടലിന്റെ അല്ലെങ്കിൽ ഒരു നദി, ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ടർ റിസോഴ്സ്, അതിന്റെ ഫ്ലോ അനുസരിച്ചാണ് ആ മീന് നീന്തുന്നതെങ്കിലോ അതിന്റെ കഴിവിനേക്കാൾ കൂടുതൽ സ്പീഡിൽ അത് നീന്താൻ സാധിക്കും. അത് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനൊരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും, അല്ലേ? ആൻഡ് അത് പോകുന്ന വഴിയിൽ അതിന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അതിന് കളക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നമ്മൾ നിന്നുകൊണ്ട്, അതായത് മീനിനെടുക്ക, ഒഴുക്കിന്റെ വിരുദ്ധമായിട്ട് അത് നീന്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഉള്ള കപ്പാസിറ്റി വെച്ച് നീന്താൻ പോലും സാധിക്കില്ല. അതുകൂടാതെ വരുന്ന എക്സ്റ്റേണൽ ബാരിയേഴ്സിനെ അത് തടയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി അതിന്റെ എനർജി ഒത്തിരി വേസ്റ്റ് ആയി പോകുന്നു. അതുപോലെ തന്നെ ഈ ഹറിബറിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന, നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സസുകൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് അർഹതപ്പെട്ട റിസോഴ്സുകളെല്ലാം നഷ്ടപ്പെട്ടും പോകുന്നു, അല്ലെ? നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ഈ പറയുന്ന കാര്യം. അതുപോലെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിന്റെ പിറകെ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ പോകരുതെന്നോ സമ്പാദിക്കരുതെന്നോ അല്ല ഒരിക്കലും ഞാൻ പറയുന്നത്. ഈ ഒരു ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ സോണിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കലിയും അബണ്ടന്റ് ആയിരിക്കണം. പക്ഷേ ആവശ്യത്തിന് മെറ്റീരിയലിസ്റ്റിക്കലി അബണ്ടന്റ് ആവും. ഇപ്പം മറ്റൊരാൾ അത് ചെയ്തു, മറ്റൊരാൾ ഇത് ചെയ്തു, മറ്റൊരാൾക്ക് അവിടെ അച്ചീവ്മെന്റ് കിട്ടി, മറ്റൊരാൾക്ക് ഇവിടെ അച്ചീവ്മെന്റ് കിട്ടി, ഒരാൾക്ക് 18 വയസ്സിൽ PSC ജോലി കിട്ടി, ഒരാൾക്ക് 16 വയസ്സിലേ കിട്ടി എന്നും പറഞ്ഞ് നമ്മൾ ചാടിയിട്ടോ, നമ്മൾ ബഹളം വെച്ചിട്ടോ, നമ്മൾ കരഞ്ഞിട്ടോ, നമ്മൾ വിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് നമ്മുടേതായിട്ടുള്ള സമയത്തെ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കിട്ടണമെങ്കിൽ ഈ മീനിനെ പോലെ ബുദ്ധിപൂർവ്വം ഗോ വിത്ത് ദ ഫ്ലോ എന്ന രീതിയിൽ പോവുക. യൂണിവേഴ്സിന്റെ എനർജി അലൈൻ ചെയ്താലാണ് നിങ്ങളുടെ വഴി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൂടെ പോകേണ്ട ചാനൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയവരാണ് എന്താണ് അബണ്ടന്റ് ആയിട്ടുള്ളവര്. അഫ്കോഴ്സ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലെ പാതയിലേക്ക് പോകുമ്പോൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് എനർജി, അബണ്ടൻസ് എനർജി നിങ്ങളെ തേടി വരും. ചില ആൾക്കാർ പറയില്ലേ, ഞാൻ കസേരയിട്ട് വീട്ടിലിരുന്നാൽ മതി, മണി വിൽ കം ടു മീ എന്ന്. ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഡിസിപ്ലിൻഡ് ആക്കണം, കൺസിസ്റ്റന്റ് ആക്കണം. ഈ ലോകത്തുള്ള എന്ത് കാര്യവും അട്രാക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മിറാക്കിൾ എന്ന് പറയുന്നത് സത്യമാണ്, അത് ഹാപ്പൻ ആകുന്നുമുണ്ട്. ഓക്കെ, പക്ഷെ അത് നമ്മൾക്ക് സാധിക്കണം അല്ലെങ്കിൽ സാധ്യമാകണമെങ്കിൽ നമ്മൾ ആ ഒരു വൈബ്രേഷനിൽ കൂടെ പോകണം എന്നതാണ് സത്യം. ഓക്കെ, അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫർദർ മോർ എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സ് വേണമെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാവുന്നതായിരിക്കും. ബൈ ബൈ.